വിജയുടെ ചിത്രങ്ങളിൽ മിക്കവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിത്രമാണ് മാസ്റ്റർ എന്ന ചിത്രം. ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിലേക്ക് വലിയൊരു ഗ്രാൻഡ് ആയിട്ടായിരുന്നു റിലീസിന് എത്തിയിട്ടുള്ളത്. ഈ ഒരു ചിത്രം തിയേറ്ററിൽ അന്ന് വലിയൊരു വിജയമായോ, അല്ലെങ്കിൽ ഈ ഒരു ചിത്രം അത്ര വലിയൊരു ഹൈ മൂവ്മെന്റ് അല്ലെങ്കിൽ ഹൈ ഒരു രീതിയിലോട്ട് പോകാനുള്ള കാരണങ്ങൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാൻ പോകുന്നുണ്ട്. ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് മുതൽ നോക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ചിത്രത്തിന്റെ ഒരു അനൗൺസ്മെന്റ് വന്ന ടൈം മുതൽ വളരെ വലിയൊരു ഹൈപ്പ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാരണം അന്ന് വിജയുടെ ബിഗിൽ എന്ന ചിത്രത്തിന്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പേ ബിഗിൽ എന്ന ചിത്രത്തിന്റെ കൂടെ ക്ലാഷ് റിലീസായി വന്നിട്ടുള്ള ഒരു ചിത്രമായിരുന്നു കൈദി എന്ന ചിത്രം. പലവരും ടിക്കറ്റ് കിട്ടാതെ അല്ലെങ്കിൽ ബിഗിൽ കാണണമെന്ന് പറഞ്ഞ് തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് കിട്ടാതെ ഏതെങ്കിലും ഒരു ചിത്രം കണ്ടേക്കാന്നുള്ള രീതിയിൽ തൊട്ട് ഓപ്പോസിറ്റ് കിടക്കുന്ന കൈദി ചിത്രത്തിന് കയറി പലവരും തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കൊണ്ട് ഞെട്ടിയിട്ടുള്ള കാര്യമൊക്കെ ഉണ്ട്. ആ ഒരു രീതിയിൽ നിന്ന് അത്ര ഒരു കിഡിലും കൈദി എന്ന ചിത്രത്തിന് ശേഷം പുള്ളി നെക്സ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രം അതും വിജയോടൊപ്പം എന്നറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വലിയ രീതിയിലുള്ള ആവേശം തന്നെയായിരുന്നു. അങ്ങനെ ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്കിന്റെ പോലുള്ള ഓരോ അപ്ഡേറ്റുകൾ പുറത്തിറങ്ങുമ്പോൾ പലവരും വിചാരിച്ച് ഇതൊരു ഗ്യാങ്സ്റ്റർ ചിത്രമായിരിക്കും അല്ലെങ്കിൽ വിജയ് വലിയൊരു ഡോൺ ആയിരിക്കും എന്നൊക്കെയാണ് ആ ഒരു ടൈമിൽ വിജയുടെ ഏ സിനിമ ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഏ സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് വരുമ്പോഴും എല്ലാവരും തന്നെ പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നു ഒരു ഡോൺ എന്ന രീതിയിലായിരിക്കും പുള്ളി വരിക എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നീട് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറൊക്കെ അല്ലെങ്കിൽ ടീസറും ഒക്കെ രണ്ട് രീതി പുറത്തിറങ്ങി. കുറച്ചൊക്കെ ഏകദേശം ഒരു 2 മിനിറ്റ് ഒക്കെ വരുന്ന രീതിയിലാണ് രണ്ടുമൊക്കെ പുറത്തിറങ്ങിയത്. ഏകദേശം മിക്ക സീൻസൊക്കെ നമുക്ക് ടീസറിലും ട്രെയിലറിലൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ ഹൈപ്പ് ഏറ്റവും പീക്കിലേക്ക് പോകാൻ സഹായിച്ച ഒറ്റ കാര്യമുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഗാനം വാത്തി കമ്മിങ് എന്ന് പറഞ്ഞൊരു ഗാനം ഉണ്ടായിരുന്നു. അനിരുദ്ധ് ആയിരുന്നു ആ ഒരു ചിത്രത്തിന്റെ ഒരു ഗാനമൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ഒരൊറ്റ ഗാനത്തോടെ ഈ ഒരു ചിത്രം വേറെ ലെവലിലോട്ട് ഈ ഒരു ചിത്രത്തിന്റെ ഹൈപ്പ് കൊണ്ടുപോകാൻ സാധിച്ചു. കൂടാതെ വിജയ് സേതുപതി വില്ലനായിട്ട് വരുന്നു, വിജയ് നായകനായിട്ട് വരുന്നു. ഇതൊക്കെ തന്നെ മറ്റൊരു വലിയൊരു കാരണം. അങ്ങനെ മൊത്തത്തിൽ ഒരു ലോകേഷ് കനരാജിന്റെ ഒരു സംഭവം തന്നെ ഈ ഒരു ചിത്രത്തിൽ കാണുമെന്ന് പ്രതീക്ഷയോടെ എല്ലാവരും തിയേറ്ററിൽ കയറി കഴിഞ്ഞ് കൂടാതെ ഒരു പാനിക് സിറ്റുവേഷനിലൊക്കെ ഇറങ്ങിക്കൊണ്ടൊക്കെ തന്നെ ഏറ്റവും വലിയ റിലീസോടെയും ഏകദേശം ഒരു 50% ഓക്യുപ്പൻസിയോട് കൂടിയായിരിക്കും അന്ന് തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയെന്ന് തോന്നുന്നു. അത്രയ്ക്ക് വലിയ റിലീസോടെ ഈ ഒരു ചിത്രം എത്തി. കുഴപ്പമില്ലാത്ത നല്ലൊരു റെസ്പോൺസാണ് ഈ ഒരു ചിത്രത്തിന് അന്ന് എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ കാരണങ്ങൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഒരു വിജയ് ചിത്രത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ചിത്രത്തിലുണ്ട്. കാരണം നായകന്റെ ഇൻട്രോയോടെ അല്ലെങ്കിൽ ഒരു മാസമായിട്ടുള്ള ഫൈറ്റ് ഇൻട്രോയോടെ നായകന്റെ എൻട്രി, പിന്നീട് ഒരു പാട്ട് ഡാൻസ്, അതോ വാത്തി കമ്മിങ് എന്ന് പറഞ്ഞ ആ ഒരു കിഡിലെ സോങ്ങിൽ വിജയുടെ ഡാൻസോടൊക്കെ കൂടി കിടി ഒരു സ്റ്റാർട്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ നല്ലതായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതുവരെയായിട്ടും വിജയ് ചിത്രങ്ങളിൽ നമുക്ക് ഈ ഒരു മാനറിസം ഉള്ള ഒരു ക്യാരക്ടറിനെ മറ്റ് വിജയ് ചിത്രങ്ങളിൽ അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പുള്ളി കിടിലൻ രീതി തന്നെ ആ ഒരു ക്യാരക്ടറിനെ ചെയ്തു വെച്ചു ഫസ്റ്റ് ഹാഫിലൊക്കെ. പിന്നെ പുള്ളിയുടെ ആ ഒരു ലുക്ക് വൈസ് ഒക്കെ ആയാലും കിടിലമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ ആ ഒരു ഇന്റർവെൽ ബ്ലോക്കോട് കൂടിയാണ് പിന്നെ പടം ഒരു ഹൈ മൂവ്മെന്റിലോട്ട് പോകാൻ തന്നെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്. എല്ലാം എന്ന് പറയുന്നത് നമ്മുടെ ഈ തുപ്പാക്കി കത്തി ഈ സിനിമയാണ് തോന്നുന്നു. തുപ്പാക്കി സിനിമ തന്നെ എടുത്ത് നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം തുപ്പാക്കിയിലൊക്കെ വില്ലനും നായകനായിട്ടുള്ളൊരു ഫോൺ കോളിലാണ് കിടിലം ഇന്റർവെൽ ബ്ലോക്ക്. പിന്നെ വിജയ് ചിത്രങ്ങളിലൊക്കെ അങ്ങനെ വലുതായിട്ടൊരു ഓളം ഉണ്ടാക്കുന്ന രീതി കാണിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ ഇന്റർവെൽ ബ്ലോക്കിൽ ആ ഒരു ഐ ആം വെയിറ്റിംഗ് എന്നുള്ള തുപ്പാക്കി പറയുന്ന രീതി തന്നെയുള്ള ഒരു കിടിലം പഞ്ചോടുകൂടി നിർത്തി പിന്നീട് ഒരു ഹൈ മൂവ്മെന്റ് അല്ലെങ്കിൽ വലിയൊരു ഹൈ മൂവ്മെന്റിൽ എത്തുമെന്ന് വിചാരിച്ച് പതുക്കെ വിജയുടെ ആ ഒരു മാനറിസംസ് ഒക്കെ മാറ്റി വരുന്നതായി കാണിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം പുള്ളിയുടെ ആ ഒരു സെക്കൻഡ് ഹാഫിൽ ലുക്ക് ഭയങ്കര അക്സെപ്റ്റബിൾ ആയി തോന്നിയില്ല. കാരണം ഫസ്റ്റ് ഹാഫിൽ പുള്ളിയുടെ കിടിലം ഒരു ലുക്കിലൊക്കെ ആയിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളത്. പക്ഷേ പിന്നീട് സെക്കൻഡ് ഹാഫിൽ ആ ഒരു കഥയായിട്ട് ബേസ് ചെയ്ത് പുള്ളിക്ക് ആ ഒരു ലുക്ക് തന്നെയാണ് ആപ്റ്റായി വന്നത്. അതുകൊണ്ടൊക്കെ തന്നെ പിന്നീടായാലും പുള്ളിയുടെ കിടിലം ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കിടിലം രീതിയിലുള്ള ഇമോഷൻസും കൂടാതെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള അനിരുദ്ധിന്റെ മാസ് ബിജിഎംസോടൊക്കെ കൂടി പല സ്ഥലത്തും ഈ ഒരു സിനിമ ഹൈ ആക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലെ കബഡിയുടെ ഒക്കെ സീൻ വരുന്നുണ്ട്. അതിലൊക്കെ നേരത്തെ സിനിമയുടെ ഒക്കെ ചെറിയൊരു റെഫറൻസ് വെച്ചായാലും കിടിലം രീതിയിൽ തന്നെ ആ ഒരു കബഡി സീക്വൻസ് ഒക്കെ ആയാലും എടുത്തു വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പലതിലും അനിരുദ്ധിന്റെ ഒക്കെ ബിജിഎം വൈസ് ഈ ഒരു ചിത്രം നല്ല രീതിയിൽ തന്നെ ലിഫ്റ്റ് ചെയ്തു തന്നെ പറയാം. കിടിലൻ രീതിയിൽ ഈ ഒരു ചിത്രത്തിലെ സോങ്സ് ആയാലും ബിജിഎംസ് ഒക്കെ ആയാലും ഈ ഒരു ചിത്രത്തിൽ എടുത്തു തന്നെ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എക്സ്പെഷ്യലി ലോകേഷിന്റെ ഡയറക്ഷൻ വൈസ് ആയാലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന് വലിയ രീതിയിലുള്ള കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ വിജയ് സേതുപതിയാണ്. കിടിലൻ രീതിയിൽ പുള്ളി വില്ലൻ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളി എന്ന് പറഞ്ഞാൽ വില്ലനും നായകനുമായിട്ട് ഏകദേശം ഒരു ഫേസ് ടു ഫേസ് വരുന്നത് ക്ലൈമാക്സിലൊക്കെയാണ്. അതുവരെ അത്രയും രീതിയിൽ പുള്ളി കിടിലൻ വില്ലനാണെന്നുള്ള രീതിയിൽ നമുക്ക് കാണിച്ചു പോകുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. വിജയ്ക്ക് നല്ല രീതിയിലുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള ആളായിട്ട് തന്നെയായിരുന്നു വിജയ് സേതുപതിനെ തോന്നിയിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ സിമ്പിൾ ആയിട്ടുള്ള പ്ലോട്ട് ആണ്. വേണമെങ്കിൽ ഒന്ന് വൺ ലൈനിൽ തന്നെ ഏകദേശം ഒന്ന് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിന് ഏകദേശം ഒരു ലോകേഷിന്റെ ഡയറക്ഷനിലൂടെ കൂടി തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ തന്നെ ഈ ഒരു ചിത്രം തന്നെ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ചിത്രത്തിലെ വിജയുടെ എൻട്രി ആയാലും ഭയങ്കര മാസ് എൻട്രിയുടെ ടൈമിംഗ് ഒന്നും അല്ല. ആ ഒരു ടൈമിലെങ്കിലും മെർസലൊക്കെ ശേഷം ഭയങ്കര എല്ലാവർക്കും ഒരു ഗൂസ് ബോംസ് അടിക്കുന്ന രീതിയിലുള്ളൊരു എൻട്രിയൊക്കെ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ച ഒരു ടൈം തന്നെ ആയിരുന്നു. അതിന് നല്ലൊരു കിടിലൻ രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തിലും വിജയുടെ എൻട്രിയൊക്കെ ആയാലും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു വിജയ് ഫാൻസിനൊക്കെ
ആയാലും നല്ല രീതിയിലുള്ള ട്രീറ്റ് ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു. കൂടാതെ ചില ഇമോഷൻ സീക്വൻസ് ഒക്കെ വരുമ്പോൾ വിജയ് നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ബേസ് ഒക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തെ കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും തന്നെ എനിക്കായാലും പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ്. കിടിലമായിട്ട് തന്നെ ആ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് ആയാലും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിലേക്ക് വലിയൊരു റിലീസോടെയും കൂടാതെ തന്നെ അന്ന് തിയേറ്ററൊക്കെ അടച്ചിട്ട് കഴിഞ്ഞ് റീ ഓപ്പണിംഗ് വലിയൊരു റിലീസായി എത്തിയ ഒരു ചിത്രം എന്നൊക്കെ രീതിയിൽ എല്ലാവരും വലിയൊരു ആവേശത്തോടെയായിരുന്നു തിയേറ്ററിലേക്ക് അന്ന് എത്തിയിട്ടുള്ളത്. കാരണം ഒരു വിജയ് പടം കൂടാണ് അന്ന് വലിയൊരു റിലീസോടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ചിത്രം തിയേറ്ററിൽ അന്ന് വലിയൊരു ഹിറ്റായി മാറുണ്ടായിരുന്നു. കാരണം ഈ ഒരു ചിത്രത്തിന് ഏകദേശം അന്ന് 250 കോടി രൂപയോളം കളക്ട് ചെയ്യാനങ്ങാണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന് ഏകദേശം 100 കോടി 130 കോടി രൂപയ്ക്ക് അടുത്ത് മാത്രമായിരുന്നു ബഡ്ജറ്റായി തന്നെ വന്നിട്ടുള്ളത്. ഈ ഒരു ചിത്രമായാലും അന്ന് തിയേറ്ററിൽ വലിയൊരു വിജയം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടായാലും ഈ ഒരു ചിത്രത്തിന്റെ സമയത്ത് ലോകേഷ് കനകരാജ് ആയാലും ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് തനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലെ JD എന്ന ക്യാരക്ടർ. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ക്യാരക്ടറിനെ വെച്ച് ഒരു സിനിമ കൂടെ ചെയ്യാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് വിജയ് സാർ സമ്മതിക്കണം, അല്ലെങ്കിൽ വിജയ് സാർ ഇനിയും സിനിമയിൽ എത്തുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എങ്ങാനും ഇനി ഒരു ഡേറ്റോ അല്ലെങ്കിൽ കാര്യങ്ങളോ വല്ലതും കിട്ടുകയാണെങ്കിൽ മാസ്റ്ററിന്റെ 2ാം ഭാഗം ചെയ്യാനായാലും പുള്ളിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ ലേറ്റസ്റ്റ് ഒരു ഇന്റർവ്യൂലൊക്കെ വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ് ഇത് നടക്കുമെന്നോ നടക്കില്ല എന്നുള്ള ഒഫീഷ്യലായിട്ടുള്ള കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇങ്ങനൊരു കാര്യം പുള്ളി ആയാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ വിജയുടെ JD എന്ന ക്യാരക്ടറിനെ ഒരു ഫുൾഫില്ല് ചെയ്തായാലും ഈ ഒരു ചിത്രത്തിൽ പുള്ളി കാണിച്ചിട്ടില്ല. കാരണം അതിലെ ഒരു കോളേജ് പ്രൊഫസർ എന്ന രീതിയിൽ പുള്ളി അവിടുത്തെ ആളെന്ന രീതിയിൽ പെട്ടെന്നുള്ള രീതിയിലാണ് കാണിച്ചു പോകുന്നത്. പക്ഷെ പുള്ളിയുടെ തുടക്കം മുതലുള്ള ഒരു ബാക്ക് സ്റ്റോറി വൈസ് എന്ന് പറഞ്ഞാൽ പുള്ളി കോളേജിലോട്ട് എത്തിച്ചേരുന്ന രീതിയിലും കൂടാതെ അതിനുശേഷം പുള്ളി ജയിലിലോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു കൺക്ലൂഷനിലൂടെ ഒന്നും അല്ല. അത് കഴിഞ്ഞിട്ടും കുറച്ച് കാര്യങ്ങളൊന്ന രീതിയിലൊക്കെ ഉണ്ടെന്നൊക്കെയാണ് അതിലും ലോകേഷ് പറഞ്ഞിട്ടുള്ളത്. അത് കാണാനും പലവരും തന്നെ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമാണ്. കാരണം പുള്ളിയിൽ ഇതിലെ മാനറിസംസ് ആയാലും ആറ്റിറ്റ്യൂഡ് ഒക്കെ വൈസ് ആയാലും സ്വാഗ് ഒക്കെ വൈസ് ആയാലും എല്ലാവർക്കും തന്നെ വലിയൊരു ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. കൂടാതെ അനിരുദ്ധിന്റെ ബീജം ഈ ഒരു ചിത്രത്തെ വലിയ ഹൈ ആക്കി തന്നെ ചെയ്തു വെച്ചുകൊണ്ടൊക്കെ തന്നെ പാർട്ട് 2 എങ്ങാനും ഇറങ്ങുവാണെങ്കിൽ അതിലൊരു ഹൈ ആകുമെന്നൊക്കെ പലവരും തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ചിത്രമായാലും വലിയൊരു ട്വിസ്റ്റോ ടേണോ അങ്ങനെ സംഭവങ്ങളൊന്നും അല്ല. പക്ഷെ നല്ല രീതിയിൽ തന്നെ എന്റർടൈൻമെന്റ് ചെയ്തു ഭയങ്കര രീതിയിലൊന്നും എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളൊക്കെ ഒഴിച്ചു നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എന്റർടൈൻമെന്റ് ആയിട്ട് വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കിടിലൻ ചിത്രമായിട്ട് തന്നെയാണ് പലവരും മാസ്റ്റർ എന്ന ചിത്രത്തെ ആയാലും കൺസിഡർ ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലൂടെയൊക്കെ ആയാലും വിജയൻ ആക്ടറിന്റെ നല്ല രീതിയിലുള്ള സ്റ്റാർഡം ഒക്കെ ഹൈ ആക്കാനും കൂടാതെ തന്നെ പുള്ളിക്ക് നെക്സ്റ്റ് ലെവലിലോട്ടൊക്കെ എത്താൻ സാധിക്കുന്ന രീതിയിലുള്ള സ്റ്റാർഡം ഒക്കെ പുള്ളിക്ക് ഈ ഒരു ചിത്രത്തിലൂടെ നല്ല രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു റിവ്യൂയിലൂടെ അല്ലെങ്കിൽ മാസ്റ്റർ എന്ന ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു റിവ്യൂ മാത്രമാണ്. പക്ഷേ പലവർക്കും ഈ ഒരു ചിത്രം ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. പലർക്കും ഒരു ഫേവറേറ്റ് ചിത്രമായിട്ടൊക്കെ തന്നെ കൺസിഡർ ചെയ്യുന്ന ഒരു ചിത്രം തന്നെയാണ് മാസ്റ്റർ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിലൂടെ ആയിരുന്നു ലോകേഷിന്റെ ആയാലും വിജയുടെ ആയാലും ഒരു കോംബോ തന്നെ ആയാലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിലെ പല സീക്വൻസ് ഒക്കെ ആയാലും ലാഗ് ഫീൽ ചെയ്യേണ്ട സ്ഥലത്ത് പോലും നല്ല രീതിയിൽ തന്നെ എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ടീമായാലും ഈ ഒരു ചിത്രത്തെ ആയാലും എടുത്തു വെച്ചിട്ടൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായം, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച അത്രയും തന്നെ ഈ ഒരു ചിത്രം ഉയർന്ന് നിങ്ങൾക്കുള്ള സാറ്റിസ്ഫൈ തന്നോ ഇല്ലയോ എന്നുള്ള കാര്യം തീർച്ചയായും കമന്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക.